എന്താണ് ഓർമ്മ? എന്താണ് ഓർമ്മ? ഒരു നിർവചനം. പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ നാം തിരിച്ചറിയുന്ന കാര്യങ്ങൾ തലച്ചോറിൽ ശേഖരിക്കപ്പെടുകയും അവ ആവശ്യമായ സാഹചര്യങ്ങളിൽ വർത്തമാനകാലത്ത് വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പ്രക്രിയയാണ് ഓർമ്മ. മറ്റൊരു നിർവചനം, നാം പഠിച്ചതോ അനുഭവിച്ചതോ ആയ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം തിരിച്ചു വിളിക്കുന്ന മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ് ഓർമ്മ അഥവാ മെമ്മറി. സാധാരണയായി നാം ഓർക്കുന്നത് വായിക്കുന്നതിൻ്റെ 25%, കേൾക്കുന്നതിൻ്റെ 35%, കാണുന്നതിൻ്റെ 50%, പറയുന്നതിൻ്റെ 60%, വായിക്കുകയും കേൾക്കുകയും കാണുകയും പറയുകയും ചെയ്യുന്നതിൻ്റെ 95%. അതായത് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാവുന്നതാണ്. ഭാവനയെ എത്രത്തോളം ഉത്തേജിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുവോ നിങ്ങൾ അത്രയും മസ്തിഷ്കത്തിൻ്റെ ഗ്രാഹ്യശക്തിയെ വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങൾക്കെന്താണോ ഓർമ്മിക്കാനുള്ളത് ആ കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യവുമായി ബന്ധപ്പെടുത്തി ചിത്രരൂപത്തിൽ സങ്കല്പിക്കുകയാണ് ഈ രീതി. ഓർമ്മ അഥവാ മെമ്മറി എന്നത് ഭാവനയുടെയും സംയോജനത്തിൻ്റെയും ആകത്തുകയാണ്. നമ്മുടെ പ്രശ്നം മസ്തിഷ്കത്തിൻ്റെ ശേഷിയല്ല, മറിച്ച് ആ അനന്തശേഷിയെ വിനിയോഗിക്കാനുള്ള നമ്മുടെ കഴിവില്ലായ്മയാണ്. ഗ്രീക്ക് പുരാണങ്ങളിൽ ഓർമ്മശക്തിക്ക് മാത്രമായി ഒരു ദേവത ഉണ്ടായിരുന്നു. നെമോസൈൻ എന്നായിരുന്നു ആ ദേവതയുടെ പേര്. അതിൽ നിന്നാണ് നിമോണിക്സ് എന്ന പദം ഉണ്ടായത്. പാട്ടായോ ചൊല്ലായോ രസമുള്ള വാക്യങ്ങളായോ സൂത്രാക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കിയ വാക്കോ ഓർമ്മയിൽ ഒതുക്കിവെച്ച് ആവശ്യം വരുമ്പോൾ ഒരു മജീഷ്യൻ അന്തരീക്ഷത്തിൽ നിന്നും സാധനങ്ങൾ എടുക്കുന്നത് പോലെ എല്ലാം പൂർണ്ണരൂപത്തിലെത്തിക്കാനുള്ള തന്ത്രമാണ് നെമോണിക് ടൂൾസ്.